700 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ ആഗ്രഹവും എത്ര വലിയ മുറാദും സാധിപ്പിച്ചു തരുന്ന അതിവിശിഷ്ടമായ അത്ഭുതം നിറഞ്ഞൊരു ദിക്ർ. ഈ ദിക്ർ കൃത്യമായി നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുനീർ അല്ലാഹു റബ്ബുൽ ആലമീൻ തുടച്ചു തരും. നിങ്ങൾക്ക് പിന്നെ കരയേണ്ടി വരില്ല. ഈ ദിക്ർ വളരെ കുറഞ്ഞ എണ്ണം കൃത്യമായി ഡെയിലി ഇങ്ങനെ പതിവാക്കി കൊണ്ടുവരുന്നവർക്ക് ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും, തൊഴിലിൽ അഭിവൃദ്ധി ലഭിക്കും, നിങ്ങളെ എല്ലാവരും സ്നേഹിക്കും. അങ്ങനെ നിങ്ങളുടെ അഖില നിഖില മേഖലകളിലും പടച്ച തമ്പുരാൻ്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കും. ഏതാണ് ആ ദിക്ർ? നമുക്കൊന്ന് പഠിക്കണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് പുഞ്ചിരി ഒന്ന് തെളിയട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ പ്രഭാതവേളയിൽ സുബഹ നിസ്കാരം കഴിഞ്ഞ് നാഥനായ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതിൻ്റെ ഫലമെന്നോണം യാ റബ്ബന നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞ നെഗറ്റീവ് ചിന്തകൾ കടന്നു വരാത്ത മനസ്സിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ദിവസം സമ്മാനമായി ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ ചിരി മായാത്തവണ്ണം ഈ ദിവസത്തെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അപ്പം എല്ലാവരും ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഒരിക്കലും കരയാൻ പാടില്ല. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കരയണം. അകാരണമായി കരയുന്നൊരവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിമനോഹരമായൊരു ദിക്ർ. ഇത് വെറും ദിക്റല്ല, അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിവിശിഷ്ടമായൊരു നാമം കൂടെയാണ്. അസ്മാഉൽ ഹുസ്നയിലെ 85ാമത്തെ നാമമാണത്. എന്താണത്? ദുൽ ജലാലി വൽ ഇക്റാം. യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന വിളി അല്ലേ? മാന്യനും പ്രതാപശാലിയുമായ അല്ലാഹുവേ, യാ ദൽ ജലാലി വൽ ഇക്റാം. മാന്യനാണവൻ, പ്രതാപശാലിയാണവൻ. അങ്ങനെയുള്ള നാഥനായ റബ്ബ്, ആ റബ്ബിൻ്റെ ആ മഹത്വം നിറഞ്ഞ നാമം വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണങ്ങൾ വ്യത്യസ്തമാണ്. അതൊക്കെ നമുക്ക് പഠിക്കണം. ആ നാമം പതിവായി കൊണ്ട് നടക്കുന്ന മനുഷ്യ, നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളത് ഉറപ്പല്ലേ? നമ്മൾ ഹദ്ദാദ് പതിവാക്കുന്നവരല്ലേ അല്ലേ? ഹദ്ദാദ് പതിവാക്കുന്നവരൊക്കെ ഉണ്ടോ? ഹദ്ദാദിൽ ഉള്ള ദിക്റുകൾ മുഴുവൻ സ്വഹീഹായ ഹദീസിൽ വന്നതല്ലേ? ഒരു ദിക്റ് പോലും ഹദീസിലില്ലാത്തതായിട്ടില്ലല്ലോ. അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരുപാട് ഫലം നൽകുന്ന അദ്കാറുകളാണ് ഹദ്ദാദിലുള്ളത്. ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതിനെ ക്രോഡീകരിച്ചു അല്ലേ? ആ ഹദ്ദാദ് പതിവാക്കിയാൽ മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കാൻ. ആ ഹദ്ദാദിൽ നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റാണ് യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. എന്താണ് അതിൻ്റെ അർത്ഥം? മാന്യനും പ്രതാപശാലിയുമായ തമ്പുരാനെ, അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ. അപ്പോൾ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മറ്റെല്ലാ ദിക്റും 3 തവണ ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഈ ദിക്ർ ചൊല്ലാൻ പറഞ്ഞത് 7 തവണയാണ് ഇല്ലേ? 7 തവണയാണ് അതിൻ്റെ എണ്ണം. ഭൂമി 7ആണ്, ആകാശം 7ആണ്, ദിവസങ്ങൾ 7ആണ്. 7-ന് വലിയ മഹത്വമുണ്ട്. അതിരിക്കട്ടെ, മറ്റൊരു വശമാണ്. അത് മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം. ഏതായാലും അങ്ങനെ 7 തവണ ചൊല്ലാൻ പറഞ്ഞത് തന്നെ ഈ ദിക്റിൻ്റെ പ്രത്യേകമായ പ്രാധാന്യം കൊണ്ടാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അത്ര അത്ഭുതകരമാണ് ഈ ദിക്ർ. അത്ര അത്ഭുതകരമാണ്. ഈ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന ഇസ്മു കൂട്ടിച്ചേർത്തിട്ട് മഹാനവറുകൾ ചോദിക്കുന്നത് എന്താണ്? ചോദിക്കാൻ പറഞ്ഞത് എന്താണ്? ഈമാനോടുകൂടെ മരിപ്പിക്കണേ എന്നാണ്. മുസ്ലിമായി ജനിക്കാൻ, മുസ്ലിമായി ജീവിക്കാൻ ഭയങ്കര എളുപ്പമാണ്. മുസ്ലിമായി മരിക്കാൻ ഭയങ്കര പാടല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്രയെത്ര സന്താനങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അന്യമതസ്ഥരോടൊപ്പം ഓടിപ്പോകുന്ന കാഴ്ച അല്ലേ? പ്രണയമാകട്ടെ, ഈ റീൽസുകൾ ചെയ്ത് അതിൻ്റെ പിന്നാലെ കൂടുന്ന കുറേ ആളുകൾ ആദ്യം ആങ്ങളയായി വരും, പിന്നെ പലതുമായി വരും. സ്വന്തം ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് അന്യ കാഫിറിൻ്റെ കൂടെ ഓടിപ്പോകുന്ന എത്രയെത്ര സഹോദരിമാർ. ഇനി കല്യാണം കഴിയുന്നതിന് മുമ്പും അവിശ്വാസികളോടൊപ്പം ഓടിപ്പോകുന്നവർ, അതിലൂടെ തന്നെ കുഫറിലേക്ക് ചെന്ന് ചാടുന്നവർ. മുസ്ലിമായി ജീവിച്ചു, മുസ്ലിമായി ജീവിക്കാൻ അവസരം കിട്ടി, മുസ്ലിമായി ജനിക്കാൻ അവസരം കിട്ടി. പക്ഷേ മുസ്ലിമായി മരിക്കാൻ പറ്റിയോ? ഇടയ്ക്ക് എത്ര നാൾ ജീവിച്ചു മുസ്ലിമായിട്ട്? അപ്പം അള്ളാഹിനോട് നമ്മൾ ചോദിക്കണ്ടേ, ഏത് നിമിഷമാണ് നമ്മുടെ ഈമാൻ തെറ്റിപ്പോണെന്ന് പറയാൻ പറ്റൂല. നമ്മൾ വിചാരിക്കും ഞാനൊക്കെ മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കും. പുത്തൻവാദം കൽബിലേക്ക് കയറിയാൽ മതിയല്ലോ, വേറൊന്നും കയറണ്ട. പതിയെ ഈമാൻ അകന്നു പോകും അല്ലേ? യുക്തിവാദവും പുത്തൻവാദവും ഒക്കെ കയറിക്കഴിഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. മുസ്ലിമായി മരിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു ദുആയാണത്, അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. അവിടെ ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ.
മുസ്ലിമായി മരിപ്പിക്കണേ എന്ന ആ പ്രാധാന്യമുള്ള പ്രാർത്ഥനയോടൊപ്പം ഇമാം ഹദ്ദാദ് തങ്ങൾ ചേർത്ത് എന്താ യാദൽ ജലാലി വൽ ഇക്റാം. കാരണം ആ ഇസ്മിന് അത്രമേൽ വലിയ മഹത്വമുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. മനസ്സറിഞ്ഞ് ചൊല്ല്. മാന്യനും പ്രതാപശാലിയുമായ അള്ളാഹുവേ, അങ്ങനെയുള്ള നാഥൻ്റെ അടിമയാണ് നമ്മൾ. ഇത് പതിവാക്കുന്നവർക്ക് നല്ല ആഫിയത്ത് ഉണ്ടാകുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഇസ്മുൽ ആദമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. എന്താ ഇസ്മുൽ ആദം? അള്ളാഹിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമം, ഏറ്റവും ശ്രേഷ്ഠമായ നാമം. അതുകൊണ്ട് ചോദിച്ചാൽ എന്ത് ലഭിക്കുമെന്നാണ്. വ്യത്യസ്ത അഭിപ്രായമുണ്ട് അത് ഏതാണെന്ന്. യാ ഹയ്യു യാ ഖയ്യൂമാണെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട്. അതുപോലെ തന്നെ ചില ഇമാമിങ്ങൾ പറയുന്നു യാദൽ ജലാലി വൽ ഇക്റാം എന്ന നാമമാണത്ര ഇസ്മുൽ ആദം, എന്ത് ചോദിച്ചാലും ലഭിക്കും. അതിനവർ കാരണം ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നുണ്ട്. ഖുർആനിൽ പലയിടങ്ങളിലും കാണാമല്ലോ. സൂറത്തു റഹ്മാൻ്റെ അവസാനം എങ്ങനെയാണ്? തബാറക ഇസ്മു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ ആ നാമം അവിടെയും പുകഴ്ത്തപ്പെടുന്നുണ്ട്. ഇനി സൂറത്തു നംലിലേക്ക് വന്നാൽ അതിൻ്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റും. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബിയുടെ സദസ്സിൽ ആരൊക്കെയുണ്ട്? മനുഷ്യനുണ്ട്, ജിന്നുകളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു സദസ്സാണ്. അങ്ങനെ ഒരു നബി വേറുണ്ടോ? അല്ലേ? എന്തൊരു അത്ഭുതമാണ് അവിടുത്തെ സദസ്സ്. അത്ര വലിയ അധികാരമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ സുലൈമാൻ നബിക്ക് കൊടുത്തിട്ടുള്ളത്, അല്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ചോദ്യമുണ്ട്. അതായത് സുലൈമാൻ നബിയെ ഭയപ്പെട്ടുകൊണ്ട് കാര്യം മനസ്സിലാക്കി, ആദ്യമൊക്കെ ഭയമായിരുന്നു, പിന്നീട് കാര്യം മനസ്സിലാക്കി ഇസ്ലാം ആശ്ലേഷിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി സുലൈമാൻ നബിയിലേക്ക് വരുന്നുണ്ട് സബ നാടിൻ്റെ രാജ്ഞിയായ ബൽഖീസ്. സബ യമനിലാണ്. യമനിൽ നിന്ന് ഫലസ്തീനിലേക്കാണ് വരണേ. ദൂരം ഒരുപാട് ദിവസത്തെ വഴി ദൂരമുണ്ട്. അങ്ങനെയുള്ള രാജ്ഞി ആ കൊട്ടാരത്തിൽ നിന്ന് പോരുന്ന സമയത്ത് അവരുടെ സിംഹാസനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. വലിയ അമൂല്യമായ സിംഹാസനമാണ്. അത് പൂട്ടി ഒരു ഭദ്രമായി സീൽ ചെയ്ത് വെച്ചിട്ടാണ് അവിടുന്ന് പോരുന്നത്. കാരണം രാജ്ഞി അവിടെ ഇല്ലല്ലോ. അപ്പോൾ സിംഹാസനമൊക്കെ സീൽ ചെയ്ത് വെച്ച് വരുന്നു. അപ്പോൾ സുലൈമാൻ നബിക്ക് ഒരു ചിന്ത വന്നു, അവരെ അത്ഭുതപ്പെടുത്തണം. ആ സിംഹാസനം ഇവിടെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ കുദ്റത്ത് അവർക്ക് മനസ്സിലാകണം. ഒരു അത്ഭുതം അവിടെ സംഭവിപ്പിക്കാനായിട്ട് സുലൈമാൻ നബി തീരുമാനിക്കാൻ. സുലൈമാൻ നബിയെ കൊണ്ടത് പറ്റും. കാരണം നബിയല്ലേ. അള്ളാഹ് കൊടുത്ത കഴിവുണ്ട്, മുഅ്ജിസത്തുണ്ട്. പടച്ചവനോട് പറഞ്ഞാൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ എത്തിക്കാം. അല്ലെങ്കിൽ സുലൈമാൻ നബിക്ക് അള്ളാഹ് കൊടുത്ത കഴിവുണ്ട്, സിമ്പിളായിട്ട് നടത്താം. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നതിന് പകരം സുലൈമാൻ നബി ചോദിക്കുകയാണ്. കാരണം നമുക്കും മനസ്സിലാകണമല്ലോ, നബിമാർക്ക് മാത്രമല്ല കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുള്ളത്, ഇല്ലേ? അതുപോലെ തന്നെ മറ്റുള്ള ഔലിയാക്കളോട് സ്വാലിഹീങ്ങളോട് ചോദിക്കാൻ പറ്റുമെന്ന് കൂടെ പഠിപ്പിക്കുകയാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. എന്താ സുലൈമാൻ നബി ചോദിക്കുന്നത്? അയ്യുക്കും യഅ്തീനി ബി അർശിഹ. ആരാണ് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവരുന്നത്? ബൽഖീസിൻ്റെ സിംഹാസനം ആരാണ് ഇവിടെ കൊണ്ടുവരുന്നത്? അപ്പോൾ ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്. ജിന്നുകളിൽപ്പെട്ടൊരു മല്ലൻ. ജിന്നുകളെ കൊണ്ട് വളരെ നിഷ്പ്രയാസം പല കാര്യങ്ങളും സാധിക്കും, അല്ലേ? കടലിൻ്റെ അടിയിൽ പോയിട്ട് നിമിഷങ്ങൾ കൊണ്ട് മുത്തും പവിഴവും മാണിക്കവും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അവർക്ക്, അല്ലേ? അപ്പോൾ ഒരു മല്ലനായി ജിന്നണീറ്റിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. അങ്ങ് ഈ സദസ്സിലാണല്ലോ ഇപ്പം ഇരിക്കണേ. ഒരു സഭ കൂടിയേക്കാണ്. സഭ പിരിയുന്നതിന് മുൻപ് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ സുലൈമാൻ നബിയുടെ ഉദ്ദേശം അതല്ല. സുലൈമാൻ നബിക്ക് തൃപ്തിയായില്ല, ഒന്നും മിണ്ടിയില്ല. ഒന്നുകൂടെ ഇങ്ങനെ നോക്കി, അത് പോരാ സുലൈമാൻ നബിക്ക്. എന്തേ പറയണേ? മാസക്കണക്കിന് വഴിദൂരമുള്ള സ്ഥലത്തുനിന്ന് സഭ പിരിഞ്ഞ് എണീക്കണതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന് ജിന്ന് പറയുമ്പോൾ അത് പോരാ സുലൈമാൻ നബിക്ക്. ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ അപ്പോഴാണ് ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. അള്ളാൻ്റെ വിഷയങ്ങളിലൊക്കെ വേദത്തിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക്. അങ്ങ് കണ്ണിങ്ങനെ ചിമ്മി തുറക്കണതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. എന്താ പറഞ്ഞത്? മാസക്കണക്കിന് വഴിദൂരമുള്ള സൂറത്തു നംലിലാട്ടോ ഇതുള്ളത്. സൂറത്തു നംലിൽ ഓതി നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂറത്തു നംലിൽ അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞൊരു ചരിത്രമാണ്. അപ്പോൾ മാസക്കണക്കിന് വഴിദൂരം അപ്പുറമുള്ള സിംഹാസനം അങ്ങ് കണ്ണിങ്ങനെ അടച്ചു തുറക്കണതിന് ഒരാളെ കൊണ്ട് പൊക്കാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ. സിമ്പിളല്ലേ? സിമ്പിളാണോ? അതല്ലല്ലോ. ഒരാളെ കൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റുമോ സിംഹാസനം? അത് മാസക്കണക്കിന് വഴിദൂരം അപ്പുറമുള്ള സ്ഥലത്ത് കണ്ണിങ്ങനെ അടച്ചു തുറക്കണതിന് മുമ്പ് എങ്ങനെ കൊണ്ടുവരിക? അവിടെയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞില്ലേ, എൻ്റെ വലിയ എന്നിലേക്കെടുത്താൽ അവൻ്റെ കൈ ഞാനാകും, കാല് ഞാനാകും, കണ്ണ് ഞാനാകും, കേൾവി ഞാനാകും എന്നൊക്കെ പറഞ്ഞാൽ അള്ളാൻ്റെ കുദ്റത്തായിരിക്കും അവരിലൂടെ പ്രകടാകുന്നത്. സിമ്പിൾ. ആ മഹാന് വേണ്ടി അള്ളാഹ് അവിടെ എത്തിച്ചു കൊടുക്കും. ഉറപ്പല്ലേ? അള്ളാഹിനെ കൊണ്ട് പറ്റൂലേ? പറ്റും. ഇതാണ് അള്ളാൻ്റെ ഔലിയാക്കൾ. ഇത് മനസ്സിലാക്കണ്ടേ ഈ ജാഹിലീങ്ങൾ. എല്ലാവർക്കും ബോധം കൊടുക്കട്ടെ. അപ്പോൾ സുലൈമാൻ നബി ചോദിക്കാൻ
കൊണ്ടുവരും. ആരാ കൊണ്ടുവരിക? അപ്പോൾ ആസഫ് ഇബ്നു ബർഹിയ, അദ്ദേഹത്തിൻ്റെ പേര് ആസഫ് ഇബ്നു ബർഹിയ എന്നാണ്. വലിയ മഹാനായ ആ വലിയ പറഞ്ഞു, അങ്ങ് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ നബി സമ്മതിച്ചു. കണ്ണിങ്ങനെ അടച്ചു തുറന്നു. സാധനം എൻ്റെ മുമ്പിലിരിക്കുന്നു, സിംഹാസനം മുമ്പിലിരിക്കുന്നു. ഇതാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ അവൻ്റെ ഔലിയാക്കൾക്ക് കൊടുത്ത ആ ഒരു പ്രത്യേകമായ പദവിയാണത്, ആ കറാമത്താണിത്. സുബ്ഹാനക യാ റബ്ബ്. അത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ആസിഫ് ഇബ്നു ബർഹി എങ്ങനെയാണ് അത് കൊണ്ടുവന്നത്. അത് യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന ഇസ്മു കൊണ്ടാണ്, ആ ഇസ്മിനെ മുൻനിർത്തിയാണ് മഹാനവറുകൾ അത് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഇസ്മിൻ്റെ മഹത്വം എത്രയായിരിക്കും? ദുൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. എന്തും നേടാം. ഡെയിലി ഒരു 100 തവണ എനിക്ക് പതിവാക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും 100 തവണ യാദൽ ജലാലി വൽ ഇക്റാം. പറ്റണില്ലേ? ഒരു 33 തവണ ദായിമായി പതിവായി നമുക്കൊന്ന് ചൊല്ലിയാലോ അല്ലേ? ജീവിതത്തിൽ എന്തോരം മാറ്റങ്ങളുണ്ടാവും. ഇത് പതിവാക്കുന്ന മനുഷ്യന് അള്ളാഹു ഇസ്സത്ത് കൊടുക്കും. അവനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആദരവ് തോന്നും, അവനോടൊരു ബഹുമാനം തോന്നും. അവനെ ആരും നിന്ദിക്കൂല. അവരെ കാണുമ്പോൾ ഈമാനുള്ളവരൊക്കെ ബഹുമാനിക്കും, സ്നേഹിക്കും എല്ലാവരും ഇല്ലേ? നമ്മുടെ കുടുംബത്തിലെല്ലാവരും സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ഇത് മതി. മാന്യനായ പ്രതാപശാലിയായ റബ്ബിൻ്റെ അടിമയാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മാന്യതയും ആ ഒരു പ്രതാപവും അള്ളാഹ് നമുക്ക് തരൂലേ? ഉറപ്പല്ലേ? നമ്മുടെ റിസ്ക് വിശാലാകും. ഭക്ഷണത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. ഒരു പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. അള്ളാനെ മഹബത്ത് വെച്ച് ചൊല്ലുമ്പോഴാട്ടോ ഇതൊക്കെ കിട്ടുക. അള്ളാനെ മഹബത്ത് വെച്ച് ചൊല്ലുമ്പോഴതൊക്കെ കിട്ടണത്. മനസ്സിലായോ? ഒരു സഹോദരി ചോദിച്ചായിരുന്നു, ഉസ്താദ് പറഞ്ഞില്ലേ നമ്മൾ സൂറത്തുൽ വാഖിയ ഓതുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ഓതണം, അപ്പം നിയ്യത്ത് വേണ്ടേ ഉസ്താദേ? നമ്മളെ കടം വീടാനെന്നുള്ള നെയ്യത്തിൽ നമ്മൾ ഓതണ്ടേ? സഹോദരിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. നമ്മുടെ നിയ്യത്ത് എന്താണ്? കടം വീടാൻ വേണ്ടി ആർക്ക് ഞാൻ ഓതുന്നു? ആർക്ക് ഓതുന്നു? അള്ളാഹുവിന് വേണ്ടി ഓതുന്നു അല്ലേ? ആണോ? അങ്ങനെയല്ലേ? അള്ളാഹുവിന്. പക്ഷെ നമ്മുടെ മനസ്സിൽ നിയ്യത്ത് എന്താ? അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ള ചിന്ത തന്നെ വരുന്നില്ല. കേവലം കടം വീടാൻ വേണ്ടി ഓതുന്നു. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നിസ്കാരത്തിലെ നിയ്യത്ത് എന്താണ്? ഉസല്ലി സ്വലാത്തുൽ ളുഹ്രി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ഖുർആൻ ഓതുന്നത് ആർക്ക് വേണ്ടി? കടം വീടാനല്ല, അള്ളാഹ്ക്ക് വേണ്ടി. നിങ്ങൾ ഓതുമ്പോൾ കടം അള്ളാഹു റബ്ബുൽ ആലമീൻ വീട്ടിത്തരും. കടം വീടണമെന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓതുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാകണം. കടം വീടാനെന്ന നിയ്യത്തിലാകരുത്. നിയ്യത്ത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പം അള്ളാഹുവിന് വേണ്ടി ഈസ്മ് മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. 700 തവണ ഒരു മനുഷ്യൻ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കണം, നിങ്ങളുടെ മനസ്സിലിട്ട് താലോലിക്കുന്ന കാര്യമാണ്, ഹലാലായ കാര്യമാണ്, നടക്കുന്നില്ല, ആരോടും പറയാൻ പോലും പറ്റണില്ല. 700 തവണ നിയ്യത്താക്കിയിട്ട് യാദൽ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മ ചൊല്ലിക്കോ, അള്ളാഹു അത് നടത്തിത്തരും. ഉറപ്പല്ലേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒരു 33 തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്ക്. മനസ്സറിന് നമുക്കൊന്ന് ചൊല്ലാം. ബിസ്മില്ലാഹ്. യാദൽ ജലാലി വൽ ഇക്റാം, 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 യാദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് എന്താണ്? ഷാഫി അല്ലേ? ആണോ? അല്ലല്ലോ. എന്താ പേര് കറക്റ്റായിട്ട് എഴുതുക? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ
യഥാർത്ഥ നാമം എന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته